ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് നവരാത്രി സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. പൂജയെടുപ്പിന് നമ്മുടെ വീട്ടിൽ നൈവേദ്യമായിട്ട് തയ്യാറാക്കാൻ പറ്റിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിനെ കടും പായസം എന്നും നെയ് പായസം എന്നൊക്കെ പറയും. നമ്മൾ കൂടുതലും അമ്പലത്തിൽ നിന്നാണ് ഇത് കഴിക്കാറ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ശർക്കര പായസമാണ്. പക്ഷേ ചേരുവകൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ എല്ലാം അളന്നെടുക്കുക കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. ശർക്കര എടുക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര തന്നെ എടുക്കുക. നമ്മൾ കണ്ടിട്ടില്ലേ, കടും പായസത്തിൻ്റെ കളർ നല്ല കറുത്ത കളറായിരിക്കും. ആ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറുത്ത ശർക്കര എടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം തീയിലിട്ടിട്ട് പാനി കാച്ചിയെടുക്കാം. തീ കൂട്ടി വെച്ചാൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. ശർക്കര ഒന്ന് ഉരുകി കിട്ടിയാൽ മതി, വറ്റിച്ചെടുക്കണ്ട. ഇപ്പോൾ ശർക്കര അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് അരിച്ചെടുക്കാം. ഇനി ഒരു പാൻ എടുക്കാം. സാധാരണ നിവേദ്യം ഉണ്ടാക്കുന്നത് ഉരുളിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഉരുളി ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ പാൻ എടുത്തിരിക്കുന്നത്. പുറത്ത് അടുപ്പ് കൂട്ടി ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. ഇപ്പം നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അങ്ങനെ പറ്റില്ല. അതുകൊണ്ടാണ് ഗ്യാസ് അടുപ്പിൽ ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് 3.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഉണക്കലരിയാണ്. പായസ അരി എന്നൊക്കെ പറഞ്ഞിട്ട് കടയിൽ വാങ്ങാൻ കിട്ടും. ഉണക്കലരി ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പച്ചരിയില്ലേ, അതെടുത്താലും മതി. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി തീ മീഡിയത്തിലോട്ട് വയ്ക്കുക. അരി ഒരു 1/4 വേവ് ആകുന്നവരെ വേവിച്ചെടുക്കണം. തീ കൂട്ടി വയ്ക്കരുത്, എന്നാൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും, അരി വെന്തും കിട്ടില്ല. അരി ഇപ്പം 1/4 വേവ് ആയിട്ടുണ്ട്. വേവ് അറിയാൻ വേണ്ടിയിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. സാധാരണ നമ്മൾ നിവേദ്യമായിട്ട് തയ്യാറാക്കുന്നതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാറില്ല അല്ലേ. അപ്പം എന്തില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത് ഉടഞ്ഞു പോവാനും പാടില്ല. നമ്മൾ ഇനി ശർക്കര ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടെ വേവിച്ചെടുക്കും. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരണം. നല്ല ടേസ്റ്റുള്ള പായസമാണിത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കടും പായസം കഴിച്ചിട്ടുള്ളത് കരിക്കക അമ്പലത്തിൽ നിന്നാണ്. ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ കടും പായസവും പാൽപ്പായസവും അവിടെ കാണും. അപ്പം എന്തായാലും അമ്പലത്തിൽ വയ്ക്കുന്ന അത്രയും ടേസ്റ്റ് ഒന്നും നമ്മൾ വീട്ടിൽ വെച്ചാൽ കിട്ടാറില്ല. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് 5 ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ചില അമ്പലങ്ങളിൽ കറുത്ത എള്ള് കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ കറുത്ത എള്ള് ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ കറുത്ത എള്ള് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. തീ ഇപ്പം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ അരി 1/4 വേവാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി ശർക്കര പാനി വറ്റി വരുമ്പോഴേക്ക് അരി വെന്തോളും. 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ തേങ്ങ ചിരകി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നെയ്യ് ചേർക്കും ലാസ്റ്റ്. ആ സമയത്ത് നെയ്യ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് വറുത്തിട്ട് ചേർത്താലും മതി. 1/4 കപ്പ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ചിരകി ചേർത്തിട്ടില്ലെങ്കിൽ തേങ്ങാക്കൊത്ത് വറുത്തിട്ട് നെയ്യോടൊപ്പം ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ വെള്ളം വറ്റി വരണം. ഈ പായസത്തിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ചേർക്കാറില്ല. വേണമെങ്കിൽ ഉണക്കമുന്തിരി ചേർക്കാം, അണ്ടിപ്പരിപ്പ് ചേർക്കരുത്. അപ്പോൾ ഇതാ വെള്ളം വറ്റി വന്നിട്ടുണ്ട്, അരി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കൽക്കണ്ടം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് തുളസി ഇലയും കുറച്ച് തെച്ചിപ്പൂവും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിതിപ്പം ടേസ്റ്റ് ചെയ്യില്ല, നിവേദിച്ചതിന് ശേഷം ടേസ്റ്റ് ചെയ്യും. അപ്പം വീട്ടിൽ വെറുതെ ഉണ്ടാക്കുകയാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കണതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പം നമ്മുടെ പൂജ എടുപ്പിനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൂജ നടക്കുമ്പോൾ നിവേദ്യമായിട്ട് തയ്യാറാക്കാൻ പറ്റിയ പായസമാണ്. അപ്പോൾ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.